നാളെ നടക്കേണ്ട ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് അവസാന നിമിഷം റദ്ദു ചെയ്തു. ഷാർജയിലെ പ്രാദേശിക സർക്കാർ വകുപ്പുകളുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന്റെ പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് നാളെ രാവിലെ 8:30 വോട്ടെടുപ്പ് ആരംഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം, ഉത്തരവ് വരുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കരയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറപ്പെടുവിച്ചത്. ഏറ്റവും പ്രധാനം, ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തനത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയം പാടില്ല, മതം പാടില്ല, സാമ്പത്തിക ഇടപാടുകൾ പാടില്ല. ഇതാണ് ഷാർജ ഭരണകൂടമൊക്കെ തുടക്കം മുതലേ നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ആ നിർദ്ദേശത്തിൽ ചിലത് ലംഘിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം ഉയർന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെതായിട്ടുള്ള ഒരു കത്തൊക്കെ ഇവിടെ വന്നിരുന്നു. അത് ഈ അസോസിയേഷനിലേക്ക് മത്സരിക്കുന്ന 2 പേരെ സംഘടനയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു കത്തായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കത്ത് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ ഇടപെടൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഭരണകൂടത്തിനും ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവർ പരിശോധിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷ, പാർക്കിംഗ് സൗകര്യം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് തൽക്കാലം തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ നിർദ്ദേശമുള്ളത്. അത് അംഗീകരിക്കുകയും ചെയ്യുന്നു അസോസിയേഷൻ. ഇനി ഉടനെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു തീയതിയും അസോസിയേഷന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ജൂൺ 7 14 ഒക്കെയാണ്. ഇതിന് അനുമതി ലഭിച്ചാൽ ആ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തും. അതിനും അനുമതി ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ സ്കൂൾ അവധിക്കൊക്കെ ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഏതായാലും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായ ശേഷമാണ് ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നത്. ദുബായിൽ നിന്ന് മുഷീർ കൊടിയിലും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.